ഓം ശാന്തി. രാജയോഗ ശിബിരം എന്ന തീർത്ഥയാത്ര നമ്മൾ തുടരുകയാണ്. ഇന്ന് പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡയമണ്ട് ഏജ് അഥവാ കല്യാണക്കാരി പുരുഷോത്തമ സംഗമയുഗം, സൃഷ്ടിയിൽ ഏറ്റവും ഉത്തമമായിരിക്കുന്ന യുഗം, ചതുർയുഗങ്ങളിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി, അതിൻ്റെ ഏറ്റവും ദിവ്യമായ മുഹൂർത്തം, അതാണ് ഡയമണ്ട് ഏജ് അഥവാ സംഗമയുഗം എന്നറിയപ്പെടുന്ന ഈ സമയം. ഈ സമയത്തിൻ്റെ വിശേഷത, അതിൻ്റെ പൂർണ്ണ പേര് പറയുന്നത് പോലെ തന്നെ സംഗമയുഗത്തിന് നമ്മൾ പൂർണ്ണ പേര് പറയുകയാണെങ്കിൽ മംഗളകാരി പുരുഷോത്തമ സംഗമ യുഗം. മംഗളകാരി എന്ന് പറയാൻ എന്താ കാരണം? ഈ സമയത്ത് സൃഷ്ടിയിൽ മംഗളങ്ങൾ നടക്കുന്ന സമയമാണ്. പുരുഷോത്തമൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പുരുഷ് എന്ന് വെച്ചാൽ ആത്മാവിനെ ഉത്തമമാക്കുന്ന സമയമാണിത്. സംഗമം എന്ന് വെച്ചാൽ ഈശ്വരനും മനുഷ്യനും തമ്മിൽ സംഗമിക്കുന്ന യുഗം, അഥവാ ആത്മാവും പരമാത്മാവും തമ്മിൽ സംഗമിക്കുന്ന യുഗം. കലിയുഗമായിരിക്കുന്ന അജ്ഞാന അന്ധകാരം നിറഞ്ഞ തമോപ്രധാനമായ ഈ സമയവും സത്യുഗമായിരിക്കുന്ന സതോപ്രധാനമായിരിക്കുന്ന ജ്ഞാനപ്രകാശത്തിൻ്റെ സമയവും തമ്മിൽ സംഗമിക്കുന്ന യുഗം. അപ്പോൾ സൃഷ്ടിയിൽ ഈ സമയത്താണ് ഉത്തമ പുരുഷന്മാർ തയ്യാറാക്കപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവരും നമ്മൾ പറയാറുണ്ട്, കലികാല വൈഭവം അല്ലേ, കലികാലത്തിൽ ഇങ്ങനെയൊക്കെ നടക്കും, കലികാലത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കുക എന്നൊക്കെ പല കാര്യത്തിൽ നമ്മൾ കോട്ട് ചെയ്ത് പറയുമ്പോൾ അതുതന്നെ സൂചിപ്പിക്കുന്നത് അരുതാത്തതെന്തോ അഥവാ അധമമായതെന്തോ നടക്കുന്ന സമയമാണ് എന്നർത്ഥം. അധമം എന്ന് വെച്ചാൽ തമോപ്രധാനം എന്ന് വെച്ചാൽ തമസിനാധാരം, അതായത് ഇരുട്ടിനാധാരം അഥവാ തമോ ഗുണങ്ങൾക്ക് പ്രധാനമായി നടക്കുന്ന കാലഘട്ടം. അതെ, ഈ അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഏതൊരു കാര്യവും ആദ്യമായി കേൾക്കുമ്പോൾ നമുക്കതിന് വല്ലാത്തൊരു തെറ്റായി തോന്നും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഏകദേശം ഒരു 50 വർഷം മുന്നേ ഒരു സ്ത്രീ ആദ്യമായി ഭാരതത്തിൽ ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുക. പതിയെ കൺകണ്ട ദൈവം എന്ന് മാനിക്കുന്ന ഭാരതീയ സ്ത്രീ ആദ്യമായി ഒരു പുരുഷന് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കുമ്പോൾ എല്ലാ ഭാരതീയരും, ആബാലവൃന്ദം ജനങ്ങളും അവരേത് രീതിയിലായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. പക്ഷേ കാലം കഴിഞ്ഞു. 1 എന്നുള്ളത് 10 പിന്നെ 100 പിന്നെ 1000 ഇന്നത്തെ സമൂഹത്തിലെത്തി നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞു പോകുന്ന കുട്ടികളോട് അവിടെ പോയി കഴിഞ്ഞാൽ പറ്റാത്തൊരു സ്റ്റേജ് ആണ് എങ്കിൽ നീ അവിടെ തന്നെ തീരേണ്ട ആവശ്യമില്ല, ഈ അച്ഛനും അമ്മയും എന്നും നിൽക്കണ്ട് എന്ന് ഉപദേശം നൽകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ഡൈവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നടക്കാത്തൊരു കാര്യമൊന്നുമല്ല. എല്ലായിടത്തും നടക്കുന്ന, സാധാരണമായി ഇഷ്ടമില്ലാത്ത ആളുകൾ തമ്മിൽ വേർപിരിഞ്ഞു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മനസ്സ് സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ നിരന്തരം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് നമുക്ക് സാധാരണയായിത്തീരും, നോർമലായിത്തീരും. ഇന്ന് ആത്മാഭിമാനത്തെക്കുറിച്ചും ആത്മബോധത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, എല്ലാ ആത്മാക്കളും പരസ്പരം കണക്കുള്ളപ്പോൾ ഒന്നിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും കണക്കനുസരിച്ച് നമ്മൾ എന്താണോ കർമ്മങ്ങൾ ചെയ്തതനുസരിച്ച് ദുഃഖവും സുഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഒരു വീട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, ഒരാൾ കരയാതിരിക്കുക എന്ന് വിചാരിക്കുക. ആളുകളെല്ലാവരും എന്താ പറയുക? അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, മനസ്സെന്തൊരു കട്ടിയാണ്, ഒരു തുള്ളി കണ്ണുനീര് വരുന്നില്ല. കാരണം മരിച്ചാൽ കരയുക എന്നുള്ളത് നോർമലാണ്. ആ നോർമലായ കാര്യം കാണാതെ വരുമ്പോൾ നമുക്കത് അബ്നോർമലായി തോന്നുന്നു. പക്ഷേ എപ്പോഴാണ് നമുക്ക് ആത്മബോധത്തിലിരിക്കുന്നത്, ഒരാത്മ മറ്റൊരാത്മാവ് എന്ന സംബന്ധത്തോടെ നമ്മളെല്ലാവരെയും കാണുന്നത്, അതിൻ്റെ അവസ്ഥയിലേക്ക് ഉയർന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വിട്ടുപോയി പുതിയൊരു ഉടുപ്പെടുക്കാൻ പോയിരിക്കുകയാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പോൾ അവർ കരയാതിരിക്കും. പക്ഷേ ഇന്നത്തെ ലോകത്തെങ്ങാനും കരയാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റായി, കുറ്റായി, സ്നേഹമില്ലായ്മയായി. കാരണം അത് അബ്നോർമലായി. ആലോചിച്ച് നോക്കൂ, ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ഏതൊരു കാര്യവും ശാന്തമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ അതെങ്ങാനും കൈവന്ന് ഒരാൾ കരയാതെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറിയാൽ എല്ലാവരും കൂടി അതിനെ അബ്നോർമലാക്കി മാറ്റും. നമ്മളെല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് തന്നെ സമാധാനമായിക്കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നും അതിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നതും. പക്ഷേ ആരെങ്കിലും ഒരാൾ ആ ഒരു അവസ്ഥയെ നേടിക്കൊണ്ട്
ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ കരയാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയാൽ എല്ലാവരും അതൊരു അബ്നോർമലായ കാര്യമായി കാണും. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്ഥിതി അബ്നോർമലായ കാര്യങ്ങളെല്ലാതും നോർമലാണെന്ന അവസ്ഥയിലും നോർമലായ കാര്യങ്ങളെല്ലാതും അബ്നോർമലാണെന്നുള്ള അവസ്ഥയിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കലികാലമാണ്, അല്ലെങ്കിൽ ഇത് തമോപ്രധാന അവസ്ഥയാണ്. ഇതിൽ നിന്ന് വീണ്ടും ഉത്തമ അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ നോർമലായി ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് എപ്പോഴും സുഖമായി ഇരിക്കേണ്ടത്, ശാന്തമായി ഇരിക്കേണ്ടത്, അതിനു വേണ്ട പഠനം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അത് നമ്മുടെ കർമ്മത്തിൻ്റെ ഭാഗമാവുള്ളൂ. അങ്ങനെ ആത്മബോധത്തിൻ്റെ നിരന്തര പ്രാക്ടീസിലൂടെ ദേഹബോധത്തിലിരിക്കുന്ന ആത്മാ പുരുഷ് അഥവാ ആത്മാ വീണ്ടും ഉത്തമ അവസ്ഥയിലേക്ക് മാറാനുള്ള പഠിപ്പ് കിട്ടുന്ന സമയമാണ് ഈ സമയം, അഥവാ ആയിത്തീരുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ടാണ് ഇതിനെ പുരുഷോത്തമം എന്ന് പറയാൻ കാരണം. ഇതിൽ ആത്മപരമാത്മാ സംഗമിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ സ്വയം ഈ സൃഷ്ടിയിലേക്ക് അവതരിച്ച് ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി. ഒരു മനുഷ്യനെ കൊണ്ട് ഉദ്ധരിക്കാൻ സാധ്യമല്ല. കാരണം നമ്മളെപ്പോലെ ഈ ജനന സൈക്കിളിൽ കറങ്ങുന്ന ഒരാൾക്കും നമ്മളെ കൈപ്പിടിച്ചുയർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സർവ്വജീവാത്മാക്കളും ഇതേപോലെ അധമ സ്റ്റേജിലെത്തിയപ്പോൾ, തമോപ്രധാന സ്റ്റേജിലെത്തിയപ്പോൾ ഈശ്വരൻ്റെ പേരിൽ സ്നേഹസാഗരനായിരിക്കുന്ന ആ സർവേശ്വരൻ്റെ പേരിൽ രക്തപ്പുഴ ഒഴുക്കുന്നൊരവസ്ഥയിലേക്ക് ഈ പ്രകൃതി എത്തിച്ചേർന്നപ്പോൾ, സൃഷ്ടി മാറിയപ്പോൾ സ്നേഹസാഗരനായിരിക്കുന്ന ദയാസാഗരനായിരിക്കുന്ന പരംപിതാ പരമാത്മാ ശിവഭഗവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം ഭഗവാനും നമുക്ക് ജ്ഞാനം തരണമെങ്കിൽ ഒരു ശരീരം കൂടിയേ തീരൂ. അപ്പോൾ ഭഗവാൻ തൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി 1937 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് മുന്ന് ഇന്ന് പാകിസ്ഥാനിലായിരിക്കുന്ന കറാച്ചിയിലായിരുന്നു ദാദാ ലേഖ്രാജ് എന്ന് പറയുന്ന ഒരു മഹനീയനായ ഭക്തശ്രേഷ്ഠ ശിരോമണിയായിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നത്. അദ്ദേഹം ലക്കി ബാബു എന്ന പേരിൽ നാട്ടിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിലൂടെ പരമാത്മാവ് തൻ്റെ ജ്ഞാനം നമ്മൾ ജീവാത്മാക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് 83 വർഷങ്ങൾക്ക് മുന്ന് ദാദാ ലേഖ്രാജ് എന്ന് പറയുന്ന രത്നവ്യാപാരിയായിരുന്ന വിഷ്ണു ഭക്തനായിരുന്ന ആ വ്യക്തി ഒരു ദിവസം സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചതുർഭുജനായ വിഷ്ണു പ്രത്യക്ഷപ്പെടുകയാണ്. വിഷ്ണു പറയാണ് തത് ത്വം, അത് തന്നെ നീ എന്ന്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഫ്രീ ടൈം എല്ലാം തന്നെ ഗുരുക്കന്മാരുടെ അടുത്ത് പോകാനും പുരാണങ്ങളും വേദങ്ങളും ഗീതയും പഠിക്കാനും ഉപയോഗിച്ചിരുന്ന ദാദാ ലേഖ്രാജിന്, വിഷ്ണു ഭക്തനായിരുന്ന അദ്ദേഹത്തിന് വിഷ്ണു വന്നിങ്ങനെ പറഞ്ഞപ്പോൾ അർത്ഥം മനസ്സിലായില്ല. ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിനോട് തനിക്ക് കിട്ടിയ സാക്ഷാത്കാരം പറഞ്ഞു. ഗുരുവിനും അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ലായിരുന്നു. ഗുരു പറഞ്ഞു, ഗുരു ഭഗവാൻ തന്നിരിക്കുന്ന സ്പെഷ്യൽ എന്തെങ്കിലും അനുഗ്രഹമായിരിക്കും നിനക്കത്. അദ്ദേഹത്തിന് എപ്പോഴും നിരന്തരമായ ഒരു സൈലൻസ് അനുഭവമാകായിരുന്നു. ഏതോ ഒരു ദിവ്യശക്തി തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ടും ആ സാന്നിധ്യത്തിൽ ഒരുപാട് ശാന്തി അനുഭവിക്കുന്നതായിട്ടും അദ്ദേഹം തൻ്റെ ഭാര്യയോട് പലപ്പോഴായി ഷെയർ ചെയ്യേണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരുവിനെ വിളിച്ച് പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ആ പ്രഭാഷണത്തിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റാതെ, ആ സത്സംഗത്തിലിരിക്കാൻ പറ്റാതെ വീടിൻ്റെ മുകളിലേക്ക് പോയി. വീടിൻ്റെ മുകളിലെ നിലയിൽ അദ്ദേഹം ഒരു റൂമിലിരുന്നു. അദ്ദേഹത്തിൽ നിന്നൊരു ചുവന്ന പ്രകാശം മുഴുവൻ മുറിയും നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരുമകളായിരുന്നു രാധിക എന്നു പേരുള്ള മരുമകളായിരുന്നു അതിന് സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ചുവന്ന ബൾബ് പോലെയായി. അദ്ദേഹത്തിൽ നിന്ന് ഒരു വളരെ ദിവ്യമായ ഘനഗാംഭീര്യമുള്ളൊരു ശബ്ദം പുറത്തു വന്നു. അതായിരുന്നു നിജാനന്ദ സ്വരൂപം ശിവോഹം ശിവോഹം, ജ്ഞാനസ്വരൂപം ശിവോഹം ശിവോഹം, പ്രകാശസ്വരൂപം ശിവോഹം ശിവോഹം. ഇതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറക്കെ ഉറക്കെ ഉച്ചത്തിലായി മുറി മുഴുവൻ നിറഞ്ഞു കേൾക്കുന്നൊരു ശബ്ദമായി മാറി. അത് കഴിഞ്ഞതിന് ശേഷം അത് പതുക്കെ 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 ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു. മന്ത്രിക്കും പോലെയായി അദ്ദേഹത്തിനൊരു പ്രകാശം അകന്നു പോകുന്നതായിട്ട് മരുമകൾ നേരിട്ട് കാണേണ്ടായി. അത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു, മരുമകൾക്കും അറിയില്ലായിരുന്നു. അതായിരുന്നു സർവേശ്വരൻ ഭൂമിയിലേക്ക് ആദ്യമായൊരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചതും തൻ്റെ ഭാവം പ്രകടമാക്കിയതും. പക്ഷെ അത് കണ്ട ആൾക്കോ അനുഭവിച്ച ആൾക്കോ ഇതെന്താണെന്ന് മനസ്സിലായില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഒരു ഫാമിലി ഫംഗ്ഷന് വേണ്ടി കൽക്കത്തയിലേക്ക് വന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് അടുത്ത സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നത്. തങ്കപ്രഭ നിറഞ്ഞൊരു ലോകത്തു നിന്ന് ഒരുപാട് ദിവ്യ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതായിട്ടും ഇതൊക്കെ ലക്ഷ്മി നാരായണനെ പോലെ ഈ നക്ഷത്രങ്ങളെല്ലാം രാജകുമാരിമാരായി മാറുന്നതും അത് കണ്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. പിന്നെ കണ്ടൊരു സാക്ഷാത്കാരം തീഗോളങ്ങൾ പൊട്ടി ലോകം മുഴുവൻ നശിക്കുന്നതായിട്ടും കടൽ 100 അടി പൊന്തി വന്ന് ഭൂമിയെ വാഷ് ഔട്ട് ചെയ്യുന്നതായിട്ടും അവിടെ വർഗീയ ലഹളയും
അത് ആഭ്യന്തര യുദ്ധം കൊണ്ട് രക്തപ്പുഴ ഒഴുകുന്നതായിട്ടും എല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം പറയും, ഭഗവാനെ ഇതൊന്നും എനിക്ക് കാണിച്ചു തരല്ലേ, എനിക്ക് അങ്ങയുടെ മോഹിനി രൂപം മാത്രം കണ്ടാൽ മതി. അദ്ദേഹത്തിനൊരു അശരീരി കേട്ടു, ഭാരതഭൂമി ഇതുപോലെ മാറാൻ പോവുകയാണ്, ഇതിനെ മാറ്റാൻ വേണ്ടി നിന്നെയാണ് ഭഗവാൻ തിരഞ്ഞെടുക്കുന്നത്. സാക്ഷാത്കാരം കണ്ട സമയം, അശരീരി കേട്ട സമയം അദ്ദേഹവും വാഗ്ദാനം കൊടുത്തു, ഈ കൃപലാനി വംശജനായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തനിക്കാവുന്ന എല്ലാ രീതിയിലും അങ്ങയുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നതാണ്. അന്ന് മുതൽ അദ്ദേഹത്തിലൂടെ പരമാത്മാ തൻ്റെ ജ്ഞാനം വെളിപ്പെടുത്താൻ ആരംഭിച്ചു. അദ്ദേഹം കൽക്കത്തയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും സാക്ഷാത്കാരം കണ്ട് അനേകം നാട്ടുകാരും അയൽക്കാരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒന്നിച്ചുകൂടി. അന്ന് ഓം എന്നുള്ള ഒരു ധ്വനി ഉച്ചരിക്കുന്നതോടുകൂടി വന്ന എല്ലാവരും സാക്ഷാത്കാര നിരതരാകുമായിരുന്നു. ആത്മസാക്ഷാത്കാരം കാണുക, ശ്രീകൃഷ്ണനെ സാക്ഷാത്കാരം കാണുക, ചതുർഭുജ വിഷ്ണുവിൻ്റെ സാക്ഷാത്കാരം കാണുക, ദേവീനെ സാക്ഷാത്കാരം കാണുക, അങ്ങനെ പല പല ഇഷ്ടദേവന്മാരുടെ സാക്ഷാത്കാരത്തിൻ്റെ ഒരു തുറന്ന സമയമായിരുന്നു ആ സമയം. അങ്ങനെ 370ഓളം ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒന്നിച്ചേരുകയും ഓം മണ്ഡലി എന്ന പേരിൽ ഒരു ചെറിയ സത്സംഗം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഓം മണ്ഡലിയുടെ പേരിൽ അന്ന് ആ സംഘത്തിൽ വന്നു ചേർന്ന ആദ്യത്തെ മിടുക്കിയായ പെൺകുട്ടിയിൽ ഒരാളായിരുന്നു ഓം രാധ. ഓം രാധയുടെ പേരിൽ ഓം മണ്ഡലിക്ക് വേണ്ടി 9 ആളെ കൂടി ആ സംഘത്തിന് തിരഞ്ഞെടുത്ത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും തന്നെയും തൻ്റെ കുടുംബത്തിനെയും എല്ലാം വില്ലെഴുതി സമർപ്പിച്ചു. അങ്ങനെയാണ് പരമാത്മ തൻ്റെ കർത്തവ്യം 1937 സ്ഥാപന എന്ന കർത്തവ്യത്തിൻ്റെ തപസ് എന്ന കർമ്മം അന്ന് മുതൽ ആരംഭിച്ചു. ഈ 370 അംഗങ്ങൾ അടങ്ങുന്ന ഈ സംഘത്തിലൂടെയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ അടിസ്ഥാനം ഭഗവാൻ ആരംഭിക്കുന്നത്. ഇന്നും ഈ വിദ്യാലയത്തിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സെക്ഷനും അന്ന് ഭഗവാൻ എങ്ങനെയാണോ ഓരോരോ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു തന്നത് അതിൻ്റെ ഒരു വിശാലമായൊരു രൂപം മാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ രൂപം. അന്നും ബാബ എല്ലാ കുട്ടികളെയും പരമാത്മാവിനെ അന്ന് മുതൽ ഓരോ ആത്മാക്കളും ശിവൻ സ്വന്തം അച്ഛനാണെന്ന രീതിയിൽ ശിവബാബ എന്ന് വിളിക്കാൻ തുടങ്ങി. ഭഗവാൻ ദാദാ ലേഖരാജിലൂടെ തത്വങ്ങളെ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് തൻ്റെ കർമ്മങ്ങൾ ഭഗവാൻ ഈ ഭൂമിക്ക് പറഞ്ഞു തരാൻ വേണ്ടി അദ്ദേഹത്തിനെയാണ് സ്വന്താക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രജാപിത ബ്രഹ്മ എന്ന പേര് നൽകി. അങ്ങനെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം, അതായത് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് നമ്മുടെ വിദ്യാലയത്തിന് പേരിട്ടു. അങ്ങനെ ഭഗവാൻ തൻ്റെ കർത്തവ്യം ആരംഭിച്ചു. അന്നും ഭഗവാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ കർമ്മങ്ങൾ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് നിങ്ങളെപ്പോഴാണോ പരിവർത്തനം വരുന്നത് അങ്ങനെയാണ് സൃഷ്ടി പരിവർത്തനം വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിലും ഏതൊരു കർമ്മം വരികയാണെങ്കിലും 3 രീതിയിൽ നമുക്ക് പ്രതിക്രിയയുണ്ട്. അതിനോട് നമുക്ക് പ്രതികരിക്കാം. ഒന്ന്, ആ കാര്യം എന്താണോ നടക്കുന്നത് ഉടനടി പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ ഫീലിംഗ് എന്താണോ അതേപടി പറയാം. ചിലപ്പോൾ മിക്കതും അങ്ങനെ നമ്മൾ തത്സമയം പ്രതികരിക്കുന്ന സമയം അത് കേൾക്കുന്നവരും വേദനിക്കും, പറയുന്ന ആളും വേദനിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടം, സംബന്ധങ്ങൾ ഒലഞ്ഞെന്ന് വരാം, ധനനഷ്ടം വന്നെന്ന് വരാം, മാനസികമായ അവസ്ഥകൾക്ക് നഷ്ടം ഉണ്ടാകാം, ഇങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരാം. രണ്ടാമതൊരു രീതിയിലുള്ള പ്രതിക്രിയ എങ്ങനെയാണ്? നിശബ്ദമായിട്ടിരിക്കുക. കുറേ ആളുകൾ അങ്ങനെയുണ്ട്, എന്ത് കേട്ടാലും ഒന്നും പറയില്ല, വളരെ സൈലൻ്റ് ആയിട്ടിരിക്കും. അങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കുകയാണെന്ന് വെച്ചാൽ അതും പ്രയാസത്തിന് കാരണം തന്നെയാണ്. കാരണം എപ്പോഴൊക്കെ ഓർമ്മിക്കുന്നു അപ്പോഴൊക്കെ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കും, ശരീരം വേദനിച്ചുകൊണ്ടിരിക്കും, അവരെവിടെയൊക്കെ പോകുന്നു അവിടെ അന്തരീക്ഷവും ആ വൈബ്രേഷനിലൂടെ മോശമായിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ പ്രതിക്രിയ എന്ന് പറയുന്നത് നെഗറ്റീവായി നമുക്ക് വരുന്ന ഇൻഫർമേഷൻ എന്താണോ അഥവാ നമുക്ക് വരുന്ന എനർജി എന്താണോ അതിനെ പോസിറ്റീവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് അപകാരികൾക്കും ഉപകാരം ചെയ്യാനായിട്ട് സാധിക്കും, ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കും. അങ്ങനെ ആരാണോ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്നത് അവർക്കാണ് സൃഷ്ടി ട്രാൻസ്ഫോർമേഷൻ്റെ അത്ഭുതവേളയിൽ പരിവർത്തനാകാനും പരിവർത്തനത്തിന് നിമിത്തമാകാനും സാധിക്കുക. ഇതായിരുന്നു ഓം മണ്ഡലിയിലൂടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയമായിരുന്ന ആ വിദ്യാലയം നമുക്ക് ചെയ്ത് കാണിച്ചു തന്നത്. ഇന്നും അതുതന്നെയാണ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മകുമാരീസിൻ്റെ മുദ്രാവാക്യം സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ഈ പരിവർത്തനം കൊണ്ടുവരുന്നത്? സൃഷ്ടി സ്ഥിതി സംഹാരം ഏത് രീതിയിലാണ് ഭഗവാൻ നടത്തുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം.
അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.